ഈ അടുത്ത ഡെറിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റമാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അപ്പോൾ ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഇനി ഇതിൻ്റെ ഇക്വേഷൻ ഓർക്കാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. കൈനറ്റിക് എനർജി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അത് ഓർത്തോളണേ. ഓക്കെ, സോ പൊട്ടൻഷ്യൽ എനർജി ഞാൻ ആദ്യം എഴുതാം. മൈനസ് 1/4πε0. ഓക്കെ, മൈനസ് 1/4πε0 ഇ സ്ക്വയർ ബൈ ആറ്. ഓക്കെ, ഇ സ്ക്വയർ ബൈ ആറ് എന്ന് എഴുതാം. ഇനി കൈനറ്റിക് എനർജി ആണെങ്കിൽ പ്ലസ് 1/8πε0 ഇ സ്ക്വയർ ബൈ ആറ്. ഇങ്ങനെ ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഒരുമിച്ച് പഠിക്കുന്നതിനേക്കാളും ഭേദം ഇങ്ങനെ സെപ്പറേറ്റ് പഠിക്കണം. അപ്പോൾ കൈനറ്റിക് എനർജി 1/8πε0 ഇ സ്ക്വയർ ബൈ ആറും മറ്റേത് മൈനസ് 1/4πε0 ഇ സ്ക്വയർ ബൈ ആറും. ഇനി രണ്ടും കൂടെ കൂട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഈ ആദ്യത്തതിന് നെഗറ്റീവ് കിട്ടും ഉത്തരം. മൈനസ് 1/8πε0 ഇ സ്ക്വയർ ബൈ ആറ് എന്ന് കിട്ടും. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ഈ കിട്ടി. ഇനി നമുക്കൊരു പരിപാടി ചെയ്യാം. ഈ ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആറിനൊരു ഇക്വേഷൻ ഉണ്ട്. ആറിൻ്റെ ഇക്വേഷൻ കാണാണ്ട് പഠിച്ച് വെച്ചോളണം. എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ε0 ബൈ പൈ എം ഇ സ്ക്വയർ കേട്ടോ. ഈ ഇക്വേഷൻ കാണാണ്ട് പഠിക്കണം. ഇതെടുത്ത് നമ്മുടെ ഈ ആറിനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? ഇ ഈസ് ഈക്വൽ ടു മൈനസ് 1/8πε0 ഇ സ്ക്വയർ ബൈ എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ε0 ബൈ പൈ എം ഇ സ്ക്വയർ എന്ന് കിട്ടും. ഇനി അതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കട്ടിങ്ങും പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്തേ ഈ കാണുന്ന ഉത്തരത്തിലേക്ക് കിട്ടും നമുക്ക്. ഓക്കെ, കട്ടിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ കാണുന്ന ഉത്തരം കിട്ടും. അതിന് നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും മൈനസ് 13.6/n² ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. വലിയ സംഭവമൊന്നുമല്ല. ഇത്രയും പഠിച്ചിട്ട് പിന്നെ ആ കട്ടിങ് എല്ലാം കഴിയുമ്പോൾ നമുക്ക് ഇത് കിട്ടും. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അതിനകത്ത് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും മൈനസ് 13.6/n² ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉത്തരം തന്നെ.